നമുക്കിനി നമ്മുടെ പ്രതിനിധികൾ ഫീൽഡിൽ നിന്നെത്തുന്നുണ്ട്. ദീപക് മലയമ്മ, മുബഷിർ പി അക്ബർ, അർജുൻ കല്യാട് എന്നിവർ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരും. ഒപ്പം സുബൈർ ഫൈസിയും രഞ്ജിത്ത് മന്നിപ്പാടിയും. ആദ്യം ദീപക് മലയമ്മയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ പോകുന്നു. ദീപക് മലയമ്മ, ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? മഴ അല്പം മാറിയിട്ടുണ്ടോ? ആ വാർത്ത കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്നലെ ഡിഫൻസ് PRO അതിൽ പിള്ളை പറഞ്ഞത് മഴ ഒരു 2 മണിക്കൂർ താഴ്ന്നു നിന്നാൽ 2-3 നോട്ട്സോളം ഈ പുഴയുടെ ഒഴുക്ക് കുറയും. അങ്ങനെ 2-3 നോട്ട്സ് കുറഞ്ഞാൽ 6 നോട്ട്സിൽ താഴെ ആയിക്കഴിഞ്ഞാൽ, ഒരു 3 നോട്ട്സിൽ താഴെ ആയിക്കഴിഞ്ഞാൽ നേവിക്ക് ഇറങ്ങാനുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവും. 2 നോട്ട്സാണ് ഫേവറബിൾ കണ്ടീഷൻ. 0 വിസിബിലിറ്റിയാണ്. പുഴ കുത്തിയൊലിച്ചാണ് വരുന്നത്. ഒരു കാഴ്ചയും പുഴയിൽ അണ്ടർഗ്രൗണ്ടിൽ സാധ്യമല്ല. അതുകൊണ്ട് അണ്ടർ വാട്ടർ ക്യാമറ പ്രവർത്തിപ്പിക്കാനേ കഴിയില്ല. ഈ റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സിഗ്നലുകൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് മാത്രമുള്ള മോഡലുകളിലാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും പ്രകാശത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത 0 വിസിബിലിറ്റിയുള്ള ഒഴുക്ക് 6 നോട്ട്സിൽ കൂടുതലുള്ള ഒരു പുഴയിലാണ് ഈ നേവിയുടെ സ്കൂബ വിഭാഗത്തിന് ഇറങ്ങി തപ്പേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മളോടൊപ്പം ദീപക് മലയമ്മയും, മുബഷിർ പി അക്ബറും, അർജുൻ കല്യാടും, സുബൈർ ഫൈസിയും, രഞ്ജിത്ത് മന്നിപ്പാടിയും ഉണ്ട്. ദീപക് മലയമ്മയിലേക്കാണ്. ദീപക്, ഞാൻ ചോദിച്ചത് മഴ അല്പം മാറി നിൽക്കുന്നുണ്ടോ? ഇതിൽ ഡിഫൻസ് PRO പറഞ്ഞത് ഒരു 2-3 മണിക്കൂർ മഴ ഒന്ന് മാറി നിന്നാൽ ഒരു 1-2 നോട്ട്സിൻ്റെ ഒഴുക്ക് കുറയും. പിന്നെ വീണ്ടും 1-2 മണിക്കൂർ, ഒരു 5 മണിക്കൂറൊക്കെ മാറി നിന്നാൽ ഒരു 2-3 നോട്ട്സിലേക്ക് ഒഴുക്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിൽ എങ്ങനെയായിരുന്നു ദീപക്? കനത്ത മഴയായിരുന്നു. കാരണം രാത്രിയിൽ ഈ പശ്ചിമഘട്ടത്തിൽ മഴ പെയ്താൽ പുഴയിലെ ഒഴുക്ക് കൂടും. രാത്രിയിൽ മഴ പെയ്തില്ലെങ്കിൽ പുഴയിലെ ഒഴുക്ക് കുറയും. അതാണ് അവസ്ഥ. അപ്പോൾ ഇപ്പോൾ പെയ്യുന്ന മഴ പശ്ചിമഘട്ടത്തിലെ പല മലനിരകളിലും മഴ പെയ്യുന്നുണ്ടാവാം. പൊതുവെയുള്ള കാലാവസ്ഥയെക്കുറിച്ച് കൂടി ഒന്ന് പറയൂ. എന്താണ് അവസ്ഥ? അരുൺ, ഇന്നലെ രാത്രി കനത്ത മഴയാണ് മേഖലയിൽ ഉണ്ടായിരുന്നത്. ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ജലനിരപ്പ് കുറയാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒഴുക്കിൻ്റെ തോത് അത്രത്തോളം കുറയാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. കാരണം ഇന്നലെ ഏതാണ്ട് 11 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 12 മണി അതിനിടയിൽ ഉള്ള സമയത്ത് മഴ ശമിച്ചതാണ്. പിന്നീട് തുടരുന്നത് വൈകിട്ട് വാർത്താ സമ്മേളനമൊക്കെ അരുൺ കണ്ടിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് പിന്നീട് മഴ വീണ്ടും ശക്തമാകുന്നത്. അതുവരെയുള്ള സമയം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ പറയുന്ന 2 നോട്ട്സിലേക്ക് വരികയോ അല്ലെങ്കിൽ 6 to 8 എന്ന് പറയുന്ന ആ നോട്ട്സിൽ നിന്ന് താഴേക്ക് വരികയോ ചെയ്തിട്ടില്ല എന്നുള്ള സ്ഥിതി അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ അടിയൊഴുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം ആലോചന നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കളക്ടറോട് സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അതായത് ഈ നദിയുടെ ഏതാണ്ട് നടുഭാഗത്ത് 3ഓളം മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്തേക്ക്, അതായത് ഇരുവശങ്ങളിലേക്കും വഴി മാറിക്കൊണ്ടാണ് നിലവിൽ സുഗമമായ ഒഴുക്ക് ഇപ്പോൾ ഗംഗാവലിക്ക് സാധ്യമാകുന്നത് എന്നുള്ള സ്ഥിതിവിശേഷവും കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ലൊക്കേറ്റ് ചെയ്യപ്പെട്ട ആ മേഖലയിൽ ശക്തമായ കുത്തൊഴുക്ക് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഓറഞ്ച് അലർട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അന്തരീക്ഷം പൊതുവെ മേഘാവൃതമാണ് ഇന്നും. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറായി മഴയ്ക്ക് ശമനമുണ്ട് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ അത് എത്രത്തോളം സമയം ഇങ്ങനെ തുടർന്ന് കിട്ടുമെന്നുള്ള ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആ 3ാമത്തെ സ്പോട്ട് മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരു നീക്കം നടത്താൻ പോലും തീരുമാനിച്ചാൽ ഈ അടിയൊഴുക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്. അവിടെ ഡിങ്കി ബോട്ട് ഉൾപ്പെടെ അവിടെ സജ്ജീകരിച്ച് നിർത്തി അവർക്ക് ഡൈവ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് തുടരുന്നു എന്നുള്ളതാണ്. അതിന് ഇന്ന് ഏതെങ്കിലും ഒരു പ്ലാൻ ബി നേവി സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ നമ്മൾ MK രാഘവൻ MP സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പൂർണ്ണമായും ആ ചുമതല, അതായത് ഒരു പ്ലാൻ ബി രൂപീകരിക്കണമെങ്കിൽ അതിൻ്റെ പൂർണ്ണ ചുമതല നേവിയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. നേവി ഇതൊരു ചാലഞ്ച് എന്നുള്ള നിലയിൽ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രതിസന്ധികൾ ആ നിലയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സാധ്യത നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഇന്നലെ SP നാരായണ സ്ഥിരീകരിച്ചതുപോലെ ഒരുപക്ഷെ തട്ടുകടയുടെ പുറകുവശത്തുണ്ടാകാമെന്നുള്ളത്. അങ്ങനെയെങ്കിൽ അവിടെ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും മണ്ണ് നീക്കം ഉണ്ടാവുക. പക്ഷേ അപ്പോഴുമുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഉണങ്ങിയ മണ്ണാണെങ്കിൽ അത് നീക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ അവിടെ ഇപ്പോഴും കുഞ്ഞരുവികൾ പോലെ ആ മണ്ണ് ഒലിച്ചിറങ്ങിയ ഭാഗത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡിൻ്റെ മറുവശത്തേക്ക് അത് ചില പാത്തുകൾ രൂപീകരിച്ചുകൊണ്ട് ഒഴുക്കിവിടുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെയുള്ള പ്രതിസന്ധികൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെ തീർച്ചയായും പറയാൻ സാധിക്കും. അതേസമയം തന്നെ ഈ 3ാമത്തെ സ്പോട്ടിലേക്ക് പോകാൻ ഉതകുന്ന തരത്തിൽ എന്തെങ്കിലും മാസ്റ്റർ പ്ലാനുകൾ നേവി സംഘം തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ നേവി ടീം ഈ മേഖലയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെയൊക്കെ സമാനമായ രീതിയിൽ ഏതാണ്ട് 8-8:30 മണിയാകുമ്പോഴേക്കാണ് ആ സംഘം എത്തുന്നത്. അതിന് അവർ മനഃപൂർവ്വം വൈകുന്നതോ അല്ലെങ്കിൽ വൈകിപ്പിക്കുന്നതോ അല്ല. ഈ നദിയിലേക്ക് ഇറങ്ങിയാൽ പോലും അത്യാവശ്യം സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ താഴ്ഭാഗത്തേക്ക്
അല്പമെങ്കിലും വിസിബിലിറ്റി ഉണ്ടാകുക എന്നുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അരുൺ ഉൾപ്പെടെ കണ്ടതാണ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ നദിയുടെ നിറം പോലും ഒരു ചുവപ്പ് കലർന്ന നിറത്തിലാണ്. അതായത് കനത്ത രീതിയിൽ കുത്തി ഒഴുകുകയാണ് ഗംഗാവലി എന്നുള്ളതാണ്. അത് പല വനാന്തരങ്ങളിലൂടെ കടന്നാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ജലം വഹിച്ചുകൊണ്ടാണ് അത് ഒഴുകി എത്തുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ഒരു സ്വാഭാവിക ഒഴുക്കിലേക്ക് മാറുന്ന ഘട്ടം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ നടുവിൽ മൺതിട്ട രൂപപ്പെട്ടത് കൊണ്ട് തന്നെ ഇരുവശങ്ങളിലേക്കുമാണ് കൃത്യമായ രീതിയിൽ ഒഴുകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കളക്ടറുമായി സംസാരിക്കുമ്പോൾ ഡ്രഡ്ജിങ്ങിനുള്ള ഏതെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ റോഡിൽ നിന്ന് താഴ്വാരത്തേക്ക് വീണ് കിടക്കുന്ന മണ്ണ് അല്പമെങ്കിലും ആ 60 ഫീറ്റ് നീളമുള്ള ഭൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ആ മണ്ണ് അല്പമെങ്കിലും അവിടെ നിന്ന് നീക്കാൻ കഴിയുകയാണെങ്കിൽ, അങ്ങനെ അടിത്തട്ടിൽ തങ്ങിക്കിടക്കുന്ന പുതഞ്ഞു കിടക്കുന്ന മണ്ണ് അവിടെ നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബോട്ട് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ദൗത്യ മേഖലയിലേക്കാണത് അയക്കുന്നത്. അത് വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ആരായുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതിനകത്ത് ഒരു ആളുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ബോട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഒരു പ്ലാൻ ബി ഉണ്ടോ? ഒരു ബോട്ട് പോകുന്നുണ്ട്, പക്ഷേ അതിൽ ഒരു വ്യക്തത വരുത്താൻ നമുക്ക് കഴിയുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനൊന്ന്. സർ, ഇതുവരെ ഡിങ്കി ബോട്ടുകളായിരുന്നു. മിഷൻ കെ ಹೌದು ಸರ್ ಮಿಷನ್ के ಹೌದು नेवी के कल आया था, अभी शाम हुआ था, उसके लिए अभी जा रहा है. किसके मालूम नहीं क्या होना है, लेकिन वो करना है कि अभी बोला है लेके आ बोल के वो लेके जा रहा है अभी. हाँ, कौन सा ऑपरेशन मालूम नहीं, लेकिन लेके जा रहा है. नेवी टीम बोलता है. हाँ ಹೌದು ಸರ್ नेवी टीम. हाँ सर, अभी कल आया तो शाम हुआ था, अभी ऑपरेशन अभी बोला है आके बोल के अभी जाके लेके जा रहा है अभी. अच्छा ಸರ್, ನಿನ್ನೆ ಬಂದಿದ್ರು, ಸಾಯಂಕಾಲ ಆಗಿತ್ತು. ಅದು ಏನೋ ಆಪರೇಷನ್ ಅದೇ ಬರ್ತೀನಿ ನಾನು. ಹಾಂ ಸರಿ. അരുൺ, അവർ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നേവി ടീം നിർദ്ദേശപ്രകാരം തന്നെ ആണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു പ്ലാൻ ബി എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് ചെറിയൊരു ഇൻപുട്ട് ഞാൻ ദീപകിനുമായി നൽകാം, പ്രേക്ഷകർക്കുമായി നൽകാം. ഇന്നലെ ആർമി അറിയിച്ച ഒരു മെസ്സേജിൽ ആർമി നമ്മളോട് പറഞ്ഞത് അവർ മറ്റൊരു വഴി കൂടി നേടുന്നുണ്ട്. അതായത് ഈ ബോട്ടിലെ ആങ്കർ ചെയ്തുകൊണ്ട്, ഈ ഡിങ്കി ബോട്ടിൽ അത് സാധ്യമല്ല. അപ്പം ഈ 6 നോട്ടോളം ഒഴുക്കുള്ള ഡിങ്കി ബോട്ട് കുറേ നേരം ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ച് അവിടെ ഈ ആങ്കർ ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ട് കൂടുതൽ ശക്തിയുള്ള ബോട്ട് ആ പുഴയിലേക്ക് എത്തിച്ചാൽ, നമ്മൾ സാധാരണ മത്സ്യബന്ധനത്തിലേക്ക് ഉപയോഗിക്കുന്ന ബോട്ടുകളുണ്ടല്ലോ, അതുപോലെയുള്ള ബോട്ടുകൾ, ഈ മഹാമെഷീനൊക്കെ ഘടിപ്പിച്ചിരിക്കുന്ന ബോട്ടുകൾ എത്തിച്ചു കഴിഞ്ഞാൽ ആ ബോട്ട് കുറച്ചുകൂടി ഹാഡ് ബോട്ടാണ്. അതിൽ ആങ്കർ ചെയ്തുകൊണ്ട് ഈ സ്കൂബ ഡൈവേഴ്സിന് താഴേക്ക് ഇറങ്ങാൻ സാധിക്കും. അങ്ങനെ ആ ബോട്ടിൽ ആങ്കർ ചെയ്ത് കേബിൾ ഇട്ട് സ്കൂബ ഡൈവേഴ്സിന് പുറത്തേക്ക് ഇറങ്ങണം. അത് ഈ ഡിങ്കി ബോട്ടിൽ സാധ്യമല്ല. കാരണം ഡിങ്കി ബോട്ടിൽ കേബിൾ ഇട്ട് അതിൽ ഈ മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് പോകുന്നത് കഴിയാത്തതുകൊണ്ട് കുറച്ചുകൂടി ഉറപ്പുള്ള ഒരു ബോട്ട് അവിടെ പുഴയിലേക്ക് ഇറക്കണം. ആ ബോട്ടിൽ ലൈഫ് ലൈൻ കേബിൾ ഘടിപ്പിച്ച് ഈ സ്കൂബ ഡൈവേഴ്സ് ഒരു 3-4 നോട്ട്സ് ആണെങ്കിൽ പോലും ഇറങ്ങാൻ ഇന്ന് ശ്രമിക്കും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ അതിനുവേണ്ടിയാവാം ആ ബോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്ട്രാറ്റജി A, B, C 3 സ്ട്രാറ്റജികളും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. സ്ട്രാറ്റജി A ഇപ്പോൾ ലക്ഷ്മണൻ്റെ കടയുടെ പിന്നിലുള്ള ഭാഗത്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലുണ്ട്. അതോടൊപ്പം തന്നെ ബി പ്ലാനുമുണ്ട്. അതായത് പുഴയിലെ ഈ സ്പോട്ട് കണ്ടെത്തിയ 3ാമത്തെ സ്പോട്ടിൽ, ഐബോർഡ് ഡ്രോൺ കണ്ടെത്തിയ 3ാമത്തെ സ്പോട്ടിലുള്ള ലോറിക്കുള്ളിൽ അർജുനുണ്ടോ എന്ന് സ്കൂബ ഡൈവേഴ്സിന് തിരയണം. അത് തിരയാൻ ഒന്നുകിൽ അവർക്ക് കാത്തു നിൽക്കാം, പക്ഷേ പ്ലാൻ ബി അനുസരിച്ച് അവർ ഈ ബോട്ട് അല്പസമയത്തിനുള്ളിൽ അവിടെ ഇറക്കും. ആ ബോട്ടിൽ ആങ്കർ ചെയ്തുകൊണ്ട് നേവിയുടെ സ്കൂബ ഡൈവേഴ്സ് ഈ താഴേക്ക് ഇറങ്ങി ഈ ലോറിക്കുള്ളിൽ അർജുനുണ്ടോ എന്ന് പരിശോധിക്കും. ആൻഡ് പ്ലാൻ സി, 3ാമത്തെ പ്ലാൻ സി എന്ന് പറയുന്നത് ഈ ഒഴുക്ക് കുറയുന്നത് വരെ കാത്തിരിക്കുക. അത് പക്ഷേ നിലവിലത്തെ കാലാവസ്ഥ അനുസരിച്ച് ഒരുപാട് സമയമെടുക്കുന്ന എഫേർട്ടാണ്. ആർമിക്കും ഇത് വലിയ പ്രഷറായി മാറുന്നുണ്ട്, നേവിക്കും ഇത് പ്രഷറായി മാറുന്നുണ്ട്. നേവിയുടെ തന്നെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് എത്തുകയും ഇത് വിശകലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നേവിയുടെ സ്കൂബ സംഘത്തിന് അവിടെ ഇറങ്ങാൻ കഴിയാത്തത് എന്നുള്ളത് നേവി തന്നെ ഒരു വലിയ പ്രശ്നമായി എടുത്തൊരു കേസ് സ്റ്റഡിയായി എടുക്കുന്നു എന്നാണ് ഇന്നലെ അതുൽ പറയുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ആർമിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിസന്ധി എല്ലാം തരണം ചെയ്തേ മതി.
മതിയാകൂ. ഇമ്പോസിബിൾ എന്നതിനെ പോസിബിൾ ആക്കിയ ആർമിയാണ് നമുക്ക്. കാർഗിൽ മിഷൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ദിവസം നമുക്കത് ഓർമ്മിക്കുകയും ചെയ്യും. അതുകൊണ്ട് നേവിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടാസ്ക്കാണ്, ഇതൊരു വലിയ ചലഞ്ചിങ് ടാസ്ക്കാണ്. ആ ചലഞ്ചിങ് ടാസ്ക് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ആ പ്ലാൻ ബിക്ക് വേണ്ടിയുള്ളതാണ് ഈ ബോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആ ബോട്ടിൽ നിന്നായിരിക്കും ഇനി സ്കൂബ ഡൈവേഴ്സ് അതിൽ ആങ്കർ ചെയ്ത് താഴേക്ക് ഈ ഘടിപ്പിച്ചിരിക്കുന്ന ലൈഫ് ലൈനുമായി പുറത്തേക്ക് പോവുക. അതാണിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാലാവസ്ഥ പക്ഷേ അപ്പോഴും പ്രതികൂലമാണെങ്കിൽ ഈ ബോട്ടും ഇറക്കാൻ കഴിയില്ല. ഇതൊരു 4 നോട്ട്സൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ ബോട്ടിനും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. മാത്രമല്ല തറയിൽ പാറക്കഷ്ണങ്ങൾ അടക്കമുണ്ട്. കൃത്യമായിട്ട് അവിടെ വഴി നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മണൽക്കൂന ആ പരിസരത്തുണ്ട് എന്നുള്ളത്, ആഴം ആ നടുക്ക് ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്നതും ഈ ബോട്ട് ഇറക്കുന്നതിന് പ്രതിസന്ധിയാണ്. മറ്റ് ചലഞ്ചുകളുണ്ട്. പക്ഷേ ഇന്ന് അവർ പരിശോധിക്കുന്നു. സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് ദീപക് മലയമ്മ. പക്ഷേ അപ്പോഴും പ്രകൃതി സഹകരിക്കുന്നില്ല എന്നതാണല്ലേ ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്നലെ രാത്രിയിലെ മഴ എന്തായിരുന്നു? അതും കൂടി ഒന്ന് പറയൂ പ്രേക്ഷകരോട്. ഇന്നലെ നമ്മൾ ആ മേഖലയിൽ പോയിരുന്നല്ലോ. ഏതാണ്ട് 9:30 കൂടിയാണ് നമ്മൾ ദുരന്തബാധിത പ്രദേശത്തേക്ക് പൂർണ്ണമായും എത്തുന്നത്. അവിടെ എത്തിയ ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് കനത്ത മഴയായിരുന്നു. അതിനുശേഷം വളരെ ചെറിയൊരു ഇടവേള മാത്രമാണ് ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് പുലർച്ചെ വരെ ശക്തമായ മഴ തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. കനത്ത മഴ എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ അങ്കോല മേഖലയിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ മേഖലയിലൊക്കെ വലിയ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ മഴയുടെ തോതും ആ തരത്തിൽ തന്നെയായിരുന്നു. ഏതാണ്ട് ഒരു മണി ആ സമയമാകുമ്പോഴത്തേക്കാണ് ഒന്ന് ഉറങ്ങാൻ പോകുന്നത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ അവിടെ മഴ തിമിർത്ത് പെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് രാവിലെയും ശക്തമായ മഴ തന്നെ ഈ മേഖലയിലുണ്ടായി. പക്ഷേ ഇപ്പോൾ ഒരു ഇടവേളയുണ്ട്. ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ അങ്ങനെ ഒരു ഇടവേള കിട്ടുകയാണെങ്കിൽ അത് ഗുണകരമായിരിക്കുമെന്ന് കരുതുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ എത്തിച്ച ബോട്ട് അതിന് യന്ത്രം ഉൾപ്പെടെ ഉണ്ട്. അത് ക്രമീകരിച്ച് നിർത്താൻ കഴിയുന്ന രീതിയിൽ അവർ മത്സ്യത്തൊഴിലാളികളാണോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇത്തരം ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ശീലമുണ്ടാകും. പ്രത്യേകിച്ച് കടലിനോടൊക്കെ മല്ലിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കരുത്ത് ഈ കാര്യത്തിൽ ഉണ്ടാകും. അവർക്കൊരു പക്ഷേ അത് നദിയിൽ ഒരിടത്ത് തന്നെ ഉറപ്പിച്ച് നിർത്താനൊക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെ ഒരു പ്ലാൻ ബിയിലേക്ക് നേവി സംഘം കടക്കുന്നു എന്നുള്ള ഏറ്റവും ആശാവഹമായ ഒരു കാര്യം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ സാധിക്കും. അങ്ങനെ പ്ലാൻ ബിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ന് കൃത്യമായി ആ മേഖലയിൽ ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം, അതായത് ഈ 4 സ്പോട്ടുകൾ ഉള്ളതിൽ 3-ാമത്തെ സ്പോട്ടിൽ കൃത്യമായി ഉറച്ച് നിന്നതിന് ശേഷം അവിടെ താഴെത്തട്ടിലേക്ക് ഇറങ്ങി പോകാനും ഒപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ ആ ക്യാബിനെ ഒന്ന് റീച്ച് ചെയ്യാനും കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അത് വളരെ ആകാംക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. നമുക്കവിടെ ഇന്നലെ മനുഷ്യ സാന്നിധ്യം ഇല്ല എന്നുള്ള തരത്തിലുള്ള അനുമാനമാണ് വന്നത്. പക്ഷേ സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് മേജർ ഇന്ദ്രബാലൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സാധ്യത ഉണ്ടെങ്കിലോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ പ്ലാൻ ബിയിലൂടെ നേവി സംഘത്തിന് സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അത്തരത്തിൽ പ്രവർത്തനത്തിന് തന്നെ വേണ്ടിയാണ് ആ ബോട്ട് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിൽ പോലും നമ്മളിപ്പോൾ കരുതുന്നത്, അല്ലാതെ ഈ ദൗത്യ മേഖലയിലേക്ക് അത്തരമൊരു വാഹനം ഈ സംഘം കടത്തിവിടില്ല. അവരിപ്പോൾ അവിടെ പോലീസുമായി സംസാരിക്കുമ്പോഴും കൃത്യമായി പറഞ്ഞത് ആ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടത് പ്രകാരം എത്തി എന്നുള്ളതാണ്. ആ മേഖലയിലേക്ക് എത്തിയ ബോട്ട് അവിടെ ഇറക്കുന്ന നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നേവി സംഘം ഇതുവരെ ആ മേഖലയിലേക്ക് ഈ വഴി കടന്നു പോയിട്ടില്ല. ഒരു അല്പസമയത്തിനകം തന്നെ കാർവാറിൽ നിന്നും അങ്കോല മേഖലയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പ്രവേശിക്കേണ്ടതുണ്ട്. അവരെത്തിക്കഴിഞ്ഞാൽ തന്നെ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോകുമെന്ന് കരുതുകയാണ്. അതേസമയം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് രാവിലെ അന്തരീക്ഷ താപനില ഉയരുന്നതിന് മുൻപ് തന്നെ മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ഡ്രോൺ പരിശോധന ആ മേഖലയിൽ നടക്കുമെന്നുള്ളതായിരുന്നു. ഞാൻ ഏതാണ്ട് 5:45 മുതൽ ഈ മേഖലയിലുണ്ട്. പക്ഷേ ആ സംഘം ഇങ്ങോട്ട് കടന്നു പോകുന്നത് കണ്ടിട്ടില്ല. ഇനി ഞാൻ എത്തുന്നതിന് മുൻപ് അവിടേക്ക് പ്രവേശിക്കുകയും അത്തരത്തിൽ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൽ കൂടി നമുക്ക് അല്പസമയത്തിനകം തന്നെ വ്യക്തത നൽകാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ആ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായ വ്യക്തതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും.